കൂട്ടുകാർ ഒരു ചെറിയ വിലയിൽ ഒരു ആക്റ്റീവ നോക്കി നടക്കുന്നവരാണെങ്കിൽ ചെറിയ വിലയിൽ കിട്ടും. അധികം എന്നിട്ട് പറയാം, ടെസ്റ്റ് ഇപ്പോൾ കഴിച്ചു വെച്ചിട്ടുള്ളൂ. അത്യാവശ്യം പെയിൻറ്റിങ് കാര്യങ്ങൾ എല്ലാ പണികളും കഴിച്ച് നല്ല വൃത്തിയായിട്ടിരിക്കുന്നൊരു വാഹനം ചെറിയ പ്രൈസിന് കിട്ടുകയും ചെയ്യും. ഒരു 4 കൊല്ലത്തേക്ക് അല്ല 5 വർഷത്തേക്ക്, കാരണം ടെസ്റ്റ് കഴിഞ്ഞ് 3 മാസമായിട്ടുള്ളൂ. 5 കൊല്ലത്തേക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ പക്കയാണ്. അത്തരം ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 2004 മോഡലായിട്ടുള്ള ഒരു ആക്റ്റീവയാണ്. അപ്പോൾ പെയിൻറ്റൊക്കെ കഴിച്ച് ടെസ്റ്റ് നടത്തിയിട്ടേക്കുന്നത്. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് ഞെക്കി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ ഇത്തരം ചെറിയ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി ഫ്രണ്ട് വൈശ്രമയ്ക്ക് വരികയാണെങ്കിൽ ഞാനിവിടെ പേര് മറയ്ക്കാൻ വേണ്ടി ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചതുകൊണ്ടാണ് ഈ ഒരു സംഭവം. ബാക്കിയുടെ പെയിൻറ്റിങ്ങിന് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഈ വാതിക്ക് വരുമ്പോൾ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ പുതിയ ടൈപ്പ് നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മൺകാടിൻ്റെ അവിടെയൊക്കെ വരുമ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല, കാരണം ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. പെയിൻറ്റിംഗ് ഒന്നും കാര്യമായിട്ട് ഒന്നും നോക്കാനുണ്ടാവില്ല. 2 മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിററിന് ചെറിയൊരു തളർച്ചയുണ്ട്, എന്നാൽ പോലും കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, എങ്കിൽ പോലും ഈ സൈഡിലത്തെ പീസ് വലിയ കാര്യമായിട്ടുള്ള അപാകതയുള്ളതൊന്നുമല്ല. പിന്നെ നമ്മുടെ ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. അവിടെയൊക്കെ നല്ല പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തുരുമ്പ് കാര്യങ്ങളൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ ഇവിടെയാണ് കുറച്ച് തുരുമ്പുണ്ടാവാറുള്ളത്, അവിടെയും കാര്യമായിട്ട് തുരുമ്പൊന്നും കാണാനില്ല. ഇനി ഇവിടെ നിന്ന് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഇനി നേരെ പുറകുവശം നോക്കുവാണെങ്കിലും അത്യാവശ്യം ഡൈലാമിൻ്റെ അവിടെയൊക്കെയാണ് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇപ്പുറത്തും കാര്യമായിട്ടൊന്നും സൈലൻസറിൻ്റെ അവിടെ നിന്നൊരു കുഴപ്പമൊന്നുമില്ല. ബാക്ക് ടയർ ഏകദേശം ഒരു 80% കപ്പാസിറ്റി ബാക്കിയുണ്ട്. ഇനി ഫ്രണ്ട് ടയർ നോക്കുവാണെങ്കിലും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, കാരണം അത് പുതിയതാണ് കേട്ടോ. വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ആണ്. അപ്പോൾ ഇത്തരം ചെറിയ വണ്ടികൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഇനി വില പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലായിട്ടോ കുറവായിട്ടോ എന്ത് വേണമെങ്കിലും തോന്നാം, കാരണം വാങ്ങുന്ന ആൾക്ക് അല്ലെങ്കിൽ കുറഞ്ഞ് കിട്ടണമെന്നും വിൽക്കുന്ന ആൾക്ക് മാക്സിമം വില കിട്ടുന്ന തന്നെയാണല്ലോ എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വില കേൾക്കുമ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ട്, വിലയിലൊരു എന്തെങ്കിലും ചെറിയൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു പ്രൈസ് പറയുക. ചെറിയ രീതിയിലൊക്കെ വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഓടിച്ച് നോക്കുക. മെക്കാനിക് ഭാഗങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായ രീതിയിൽ അറിവുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കേണ്ടതാണ് എന്ന കാര്യം ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇൻഷുറൻസ് പറയുകയാണെങ്കിൽ 6 മാസം 2025 6 മാസം വരെയുണ്ട്. പൊല്യൂഷൻ ആണെങ്കിൽ ജൂൺ മാസം വരെയുണ്ട്. അപ്പോൾ അത്രയും വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വാഹനം വില പറയുന്നത് വെറും 18,000 രൂപയാണ്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി, ഇനി 5 കൊല്ലത്തേക്ക് ഫുൾ ഫിറ്റ്നസ് ഉള്ള ഈ ഒരു വണ്ടി 18 രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത്. ചെറിയ രീതിയിലൊക്കെ വില പേശും, ബാക്കി വില പേശി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുന്ന ടയർ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് 18,000 രൂപ. ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. താല്പര്യമുള്ളവർ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക, വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്തോടാ. മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷണമായിരുന്നു വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.